നമ്മൾ നോക്കാൻ പോകുന്നത് മാഡം റൈഡ്സ് ദ ബസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. There was a girl named Valiyammai who was called Valli for short. She was 8 years old and very curious about things. Her favorite pastime was standing in the front doorway of her house, watching what was happening in the street outside. There were no playmates of her own age on her street, and this was about all she had to do. അപ്പോൾ ഈ കഥയിൽ പറയുന്ന വല്യമ്മ എന്ന് പറയുന്ന ഒരു 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പറ്റിയാണ്. അവളെ എല്ലാവരും വല്ലി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ വന്നിരുന്നിട്ട് പുറത്തേക്ക് നോക്കി ഈ റോഡിലൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു ഇവളുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. അവൾക്കവിടെ അവളുടെ പ്രായത്തിലുള്ള കളിക്കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തിയിൽ, അതായത് വീടിൻ്റെ പുറത്ത് വന്നിരുന്നിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ആ പ്രവൃത്തിയാണ് അവൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. But for Valli, standing at the front door was every bit as enjoyable as any of the elaborate games other children played. Watching the street gave her many new unusual experiences. അപ്പോൾ വലിയെ സംബന്ധിച്ചിടത്തോളം അവൾക്കിതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അതായത് പുറത്തേക്ക് നോക്കി നിൽക്കുന്നതിൽ ഏതൊരു മിനിറ്റും അല്ലെങ്കിൽ ഏതൊരു സെക്കൻഡും അവൾ എൻജോയ് ചെയ്തിരുന്നു. അതായത് എൻജോയ് ചെയ്തുകൊണ്ടാണ് അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. തൻ്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളിരുന്ന് ഒരു ഗെയിംസ് കളിക്കുമ്പോൾ എൻജോയ് ചെയ്യുന്നത് പോലെയാണ് വല്ലി ഈ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് എൻജോയ് ചെയ്തത്. അപ്പോൾ ഈ സ്ട്രീറ്റിലേക്ക് നോക്കിയിരിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ സമയങ്ങളിൽ അവൾക്ക് ഒരുപാട് അൺയൂഷ്വൽ എക്സ്പീരിയൻസസ് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. The most fascinating thing of all was the bus that travelled between her village and the nearest town. It passed through her street each hour. Once going to the town and once coming back, the sight of the bus filled each time with a new set of passengers was a source of unending joy for Valli. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫാസിനേറ്റിംഗ് ആയ കാഴ്ച എന്ന് പറയുന്നത് എന്താണ്? അവിടെ നിന്നുള്ള ബസ്, അതായത് ആ വില്ലേജിൽ നിന്നുള്ള ബസ് തൊട്ടടുത്ത ടൗണിലേക്ക് പോകും, ആ ടൗണിൽ നിന്ന് തിരിച്ചു വരും. അതായത് ഈ ഓരോ മണിക്കൂറിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതായിരുന്നു അവൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന കാഴ്ച. ഓരോ തവണ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പുതിയ പുതിയ ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവൾക്ക് ഒരുപാട് ജോയ്, ഒരുപാട് സന്തോഷം നൽകുന്ന സംഭവങ്ങളായിരുന്നു. Day after day she watched the bus, and gradually a tiny wish crept into her heart and grew there. She wanted to ride on that bus, even if just once. This wish became stronger and stronger until it was an overwhelming desire. Valli would stare wistfully at the people who got on or off the bus when it stopped at the street corner. Their faces would kindle in her longings, dreams and hopes. If one of her friends happened to ride the bus and tried to describe the sights of her town to her, Valli would be too jealous to listen and would shout in English, "Proud, proud." Neither she nor her friends really understood the meaning of the word, but they used it often as a slang expression of disapproval. അപ്പോൾ എന്താണ്, അപ്പോൾ അവൾ എല്ലാ ദിവസവും ഇങ്ങനെ ബസ് വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു മനസ്സിലൊരു ആഗ്രഹം കയറി വന്നു. അതായത് ആ ബസ്സിൽ ഒരു ദിവസമെങ്കിലും റൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ബസ്സിൽ ഒരു ദിവസമെങ്കിലും യാത്ര ചെയ്യണം. ഇതിങ്ങനെ ദിവസം കൂടുമ്പോൾ സ്ട്രോങ്ങറായി വന്നുകൊണ്ടിരുന്നു. അവൾ ആ ബസ്സിൽ നിന്ന് വരുന്നവരെ, കയറുന്നവരെയും ഇറങ്ങുന്നവരെല്ലാം ഈ ആഗ്രഹം വെച്ച് സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങി. അവളുടെ കൂട്ടുകാരെങ്കിലും വന്ന് ഈ ബസ്സിൽ കയറി യാത്ര ചെയ്യും, ടൗണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അവൾ ഭയങ്കര ജലസായിട്ട് മാറും, അല്ലെങ്കിൽ കുറച്ച് കുശുമ്പൊക്കെ കയറി ഇംഗ്ലീഷിൽ പ്രൗഡ് എന്ന് വിളിച്ചു പറയും. അപ്പോൾ ഈ കൂട്ടുകാർക്കൊന്നും ഇതിൻ്റെ മീനിങ് അറിയത്തില്ല. അവരിത് എന്താണ്, ഒരു ഡിസപ്രൂവൽ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു എതിർപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. Over many days and months, Valli listened carefully to conversation between her neighbors and people who regularly use the bus, and she also asked a few discreet questions here and there. This way, she picked up various small details about the bus journey. The town was 6 miles from her village. The fare was 30 paise one way, which is almost nothing at all. She heard one well-dressed man say, but to Valli,
who scarcely saw that much money from one month to the next. It seemed a fortune. The trip to the town took 45 minutes. On reaching town, if she stayed in her seat and paid another 30 paise, she could return home on the same bus. This meant that she could take the 1 o'clock afternoon bus, reach the town at 45 and be back home by about 2:45. So അതായത് എന്താണ് ഇപ്പോൾ പിന്നീടുള്ള ദിവസങ്ങൾ ഈ ബസ്സിൽ റെഗുലറായിട്ട് യാത്ര ചെയ്യുന്ന നെയ്ബേഴ്സിൻ്റെ ആൾക്കാരെയൊക്കെ കോൺവെർസേഷൻ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ അവൾക്ക് മനസ്സിലായി എന്താണ്, ഇവിടെ നിന്ന് 6 മൈൽ ദൂരെയാണ് ബസ്. ഈ ബസ് തുടങ്ങുന്നിടത്തു നിന്നും, അതായത് സ്ട്രീറ്റിൽ നിന്ന് 6 മൈൽ ദൂരെയാണ് നമ്മുടെ ടൗൺ. ആ ടൗണിലേക്ക് എത്താൻ ഏകദേശം 45 മിനിറ്റ് എടുക്കും. 30 പൈസയാണ് ഒരു വൺ വേ ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ബസ്സാണ് ഒരു കൺക്ലൂഷൻ എത്തി. അതായത് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കുള്ള ബസ്സിൽ കയറിയാൽ 45 മിനിറ്റ് ടൗണിലെത്തും. ടൗണിലെത്തിയിട്ട് വീണ്ടും ഒരു 30 പൈസ കൊടുക്കുമ്പോൾ തിരിച്ച് നമ്മുടെ ഗ്രാമത്തിലെത്താം. അതായത് 2:45 മിനിറ്റ്, 1.5 മണിക്കൂർ കൊണ്ട് തിരിച്ച് ഗ്രാമത്തിലെത്താം. On and on went her thoughts, and she calculated and recalculated, planned and replanned. അപ്പോൾ അവളിങ്ങനെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇത്ര സമയം ഇത്ര പൈസ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുകയാണ്, അത് തിരുത്തി വീണ്ടും ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Well, one fine spring day, the afternoon bus was just on the point of leaving the village and turning into the main highway when a small voice was heard shouting, "Stop the bus, stop the bus." And a tiny hand was raised commandingly. അപ്പോൾ ഒരു ദിവസം ഒരു സ്പ്രിംഗ് ഡേ ആഫ്റ്റർനൂണിൽ എന്താണ്, ഈ ബസ് വില്ലേജ് വിട്ട് ടൗണിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് പിറകിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. ഒരു കുഞ്ഞ് സൗണ്ട്, സ്റ്റോപ്പ് ദ ബസ്, സ്റ്റോപ്പ് ദ ബസ്, അതായത് വാഹനം നിർത്താനുള്ള ആവശ്യപ്പെട്ടുള്ള ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് കൈ ഇങ്ങനെ നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഉയർത്തി വെച്ചേക്കുകയാണ്. The bus slowed down to a crawl, and the conductor, sticking his head out the door, said, "Hurry then, tell whoever it is to come quickly." "It's me," shouted Valli. "I am the one who has to get on." അപ്പോൾ ബസ് പതുക്കെ സ്ലോ ഡൗൺ ചെയ്തു. കണ്ടക്ടർ ഇറങ്ങി തല പുറത്തിട്ട് പറയുകയാണ്, എന്താണ്, എനിക്ക് പെട്ടെന്നാവട്ടെ, ആരാണ് വരാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ വലി പറയുകയാണ്, ഞാനാണ് വരുന്നത്. By now the bus had come to a stop, and the conductor said, "Oh really? You don't say so." അപ്പോൾ അപ്പോഴത്തേക്കും ബസ് അങ്ങ് നിർത്തി. എന്നിട്ട് കണ്ടക്ടർ ചോദിക്കുകയാണ്, നീ ശരിയാണോ പറയുന്നത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുകയാണ്. "Yes, I simply have to go to town," said Valli, still standing outside the bus. "And here's my money." She showed him some coins. അപ്പോൾ വലി പറയുകയാണ്, എനിക്ക് തീർച്ചയായും ടൗണിലേക്ക് പോകണം എന്നും പറഞ്ഞിട്ട് ആ പൈസയൊക്കെ എടുത്ത് കണ്ടക്ടറെ കാണിക്കുകയാണ്. "Okay, but first you must get on the bus," said the conductor, and he stretched out a hand to help her. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ശരി, അപ്പോൾ നീ ഫസ്റ്റ് എന്ത് ചെയ്യണം, ബസ്സിൽ കയറണം എന്ന് പറഞ്ഞിട്ട് വലിയ പിടിച്ച് തരാൻ വേണ്ടി കൈ ഇട്ട് കൊടുക്കുകയാണ്. "Never mind," she said, "I can get on by myself. You don't have to help me." അപ്പോൾ വലിയ തിരിച്ച് പറഞ്ഞെന്താണ്, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് സ്വയമായിട്ട് കയറാൻ പറ്റും, നിങ്ങൾ എന്നെ സഹായിക്കേണ്ട കാര്യമില്ല. The conductor was a jolly sort, fond of joking. "No, please don't be angry with me, my fine madam," he said. "Here, have a seat right up there in front. Everybody move aside, please. Make way for madam." അപ്പോൾ കണ്ടക്ടർ കുറച്ച് അതിനകത്ത് ഫൺ കലർത്തി പറയുകയാണ്, എന്താണ്, എന്നോട് ദേഷ്യപ്പെടല്ലേ മാഡം. എന്നിട്ട് ബസ്സിൽ കയറിയതിന് ശേഷം പറയുകയാണ്, നിങ്ങളുടെ സീറ്റ് ഇതോ ഫ്രണ്ടിലാണ്, എല്ലാവരുടെ വിളിച്ച് പറയുകയാണ്, എല്ലാവരും വഴി കൊടുക്ക്, മാഡത്തിന് പോയി ഇരിക്കാനുള്ളതാണെന്നൊക്കെ പറയുകയാണ്. It was the slack time of day, and there were only 6 or 7 passengers on the bus. They were all looking at Valli and laughing with the conductor. Valli was overcome with shyness. Avoiding everyone's eyes, she walked quickly to an empty seat and sat down. അപ്പോൾ ആ സമയത്ത് ബസ്സിൽ 6 or 7 പാസഞ്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടക്ടർ സംസാരം കേട്ട് അവരെല്ലാവരും വലിയ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ വലിയ കുറച്ച് ഷൈനസ് ഒക്കെ വന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി ഒരു empty സീറ്റിൽ പോയി ഇരുന്നു. "May we start now, madam?" the conductor asked, smiling. Then he blew the whistle twice, and the bus moved forward with a roar. അപ്പോൾ എന്നിട്ട് വലിയ അടുത്ത് വീണ്ടും ചെന്ന് കണ്ടക്ടർ ചോദിച്ചു, ഇപ്പോൾ നമുക്ക് പുറപ്പെടാമോ മാഡം എന്ന് പറഞ്ഞിട്ട് 2
വിസിലൊക്കെ മറ്റേ ആ വിസിൽ വെച്ച് 2 വിസിൽ കൊടുത്തു. അപ്പോൾ ബസ് ഒരു സൗണ്ടോടുകൂടി പുറപ്പെടുകയാണ്. It was a new bus. Its outside paint a gleaming white with some green strips along the sides. Inside, the overhead bars shone like silver. Directly in front of Valley, above the windshield, there was a beautiful clock. The seats were soft and luxurious. അപ്പോൾ അതൊരു പുതിയ ബസ്സായിരുന്നു. അപ്പോൾ വെളിയിലൊക്കെ വെള്ള പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ 2-3 പച്ച കളർ സ്ട്രിപ്സൊക്കെ ഉള്ളൊരു ബസ്സായിരുന്നു. അതിനകത്താണെങ്കിൽ എന്താണ് കൈവിടിയൊക്കെ നല്ല സിൽവർ കളറിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വള്ളി നോക്കിയപ്പോൾ അവിടെ ഒരു വിൻഷീൽഡിൻ്റെ അടുത്ത് ഒരു ക്ലോക്കൊക്കെ ഇരിപ്പുണ്ട്. സീറ്റ്സൊക്കെ നല്ല സോഫ്റ്റും ലക്ഷറിയസും ആയ സീറ്റ്സൊക്കെയാണ്. വള്ളി devoured everything with her eyes. But when she started to look outside, she found her view cut off by a canvas blind that covered the lower part of her window. So she stood up on the seat and peered over the blind. അപ്പോൾ വലിയ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് പൊക്കം കുറവായതുകൊണ്ട് സൈഡിലൊരു ഷീറ്റൊക്കെ ഒടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കാണാൻ വയ്യ. അവൾ ആ സീറ്റിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നിട്ട് പുറം കാഴ്ചകൾ കാണുകയാണ്. The bus was now going along the bank of a canal. The road was very narrow. On one side there was the canal, and beyond it palm trees, grassland, distant mountains, and the blue sky. On the other side was a deep ditch, and then acres and acres of green fields, green as far as the eye could see. അപ്പോൾ ബസ് ഇപ്പോൾ ഒരു കനാലിൻ്റെ സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റോഡെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ കനാലിൻ്റെ ആ സൈഡിൽ കനാൽ കഴിഞ്ഞിട്ട് പാം ട്രീസും ഗ്രാസ് ലാൻഡ് മൗണ്ടൻസും പിന്നെ ആകാശമൊക്കെയാണ് ഉള്ളത്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ഫീൽഡ്സ്, അതായത് പച്ചപ്പുള്ള പ്രദേശങ്ങൾ, വയലുകളൊക്കെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇറ്റ് വാസ് ഓൾസോ വണ്ടർഫുൾ. സഡൻലി ഷി വാസ് സ്റ്റാർട്ടഡ് ബൈ എ വോയിസ്. ലിസൺ ചൈൽഡ്, സെഡ് ദ വോയിസ്, യു ഷുഡിൻറ്റ് സ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്, സിറ്റ് ഡൗൺ. അപ്പോൾ അവൾ പറയുകയാണ്, വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുറകിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. നോക്കൂ കൂട്ടി, ആ സീറ്റിൻ്റെ മണ്ട ഇങ്ങനെ ഇരിക്കരുത്, നീ താഴെ ഇരിക്കണം. Sitting down, she looked to see who had spoken. It was an elderly man who had honestly been concerned for her, but she was annoyed by his attention. അപ്പോൾ അതൊരു എൽഡർലി മാൻ, അതായത് കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അയാൾ കുട്ടിയെ നല്ല കൺസേൺഡോട്ട് അല്ലെങ്കിൽ നല്ല ഒരു നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വല്ലിക്ക് ഈ ഇരിക്കാനൊന്നും താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് അവൾക്കിതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നി. There's nobody here who's a child, she said haughtily. I have paid my 30 paise like everyone else. അപ്പോൾ വല്ലി പറയാം, ഇവിടെ ഒരു കുട്ടികളുമില്ല, ഞാൻ എല്ലാവരെയും കണക്ക് വളരെ പ്രൗഡായിട്ട് പറയാണ്, ഞാൻ എല്ലാവരെയും കണക്ക് ഇവിടെ 30 പൈസ കൊടുത്തിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. The conductor chimed in. Oh sir, but this is a very grown up madam. Do you think a mere girl could pay her own fare and travel to the city all alone? അപ്പോൾ കണ്ടക്ടർ എന്നിട്ട് ആ എൽഡർലി മാൻ്റെ അടുത്ത് പറയണം, സാർ ഇത് വളരെ മുതിർന്ന ഒരു മാഡമാണ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു കൊച്ചു കുട്ടിക്ക് അവളുടെ ആ ബസ്സിൻ്റെ യാത്രയ്ക്ക് ആവശ്യമായ പൈസ നിന്നിട്ട് സിറ്റിയിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? Valli showed an angry glance at the conductor and said, I am not a madam, please remember that, and you have not yet given me my ticket. അപ്പോൾ വല്ലി കുറച്ച് ദേഷ്യത്തോടു കൂടി കണ്ടക്ടർ നോക്കിയിട്ട് പറയണം, ഞാനൊരു മാഡം ഒന്നുമല്ല, നിങ്ങളിതുവരെ എനിക്കുള്ള ടിക്കറ്റ് തന്നിട്ടില്ല. I will remember, the conductor said, mimicking her tone. Everyone laughed and gradually Valli too joined in the laugher. അപ്പോൾ വല്ലി പറയുന്ന അതേ ടോണിൽ കണ്ടക്ടർ പറയണം, ഐ വിൽ റിമെമ്പർ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താണ്, എല്ലാവരും അതൊക്കെ കണ്ട് ചിരിച്ചു. വല്ലിക്കും അവസാനം ചിരിയിൽ ആ പങ്ക് കയറുകയാണ്. The conductor punched a ticket and handed it to her. Just sit back and make yourself comfortable. Why should you stand when you have paid for a seat? അപ്പോൾ കണ്ടക്ടർ പറയുകയാണ്, ഒരു ടിക്കറ്റൊക്കെ എടുത്ത് പഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പറയുകയാണ്, ഇരിക്കുന്ന തങ്ങളുടെ ഒരു കംഫർട്ടബിൾ യാത്ര എൻജോയ് ചെയ്യൂ, നിങ്ങളൊരു സീറ്റിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? ബിക്കോസ് ഐ വാണ്ട് ടു, ഷി ആൻസർ, സ്റ്റാൻഡിങ് അപ്പ് അഗെയിൻ. കാരണം എനിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ബട്ട് ഇഫ് യു സ്റ്റാൻഡ് ഓൺ ദ സീറ്റ് you may fall and hurt yourself when the bus makes a sharp turn or hits a bump. That's why we want you to sit down, child. I'm not child, I tell you, she said irritably.
I am 8 years old. അപ്പോൾ പറയുകയാണ് പക്ഷേ നിങ്ങൾ സീറ്റിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ് സീറ്റിൽ നിന്ന് വീഴും. ഒരു ഷാർപ്പ് ടേൺ എടുക്കുമ്പോഴോ ഒരു ബമ്പിൽ ഹിറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ സീറ്റിൽ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുട്ടി എന്താണ് നീ ഇരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ വീണ്ടും വലിയ പറയുകയാണ്, ഞാനൊരു ചൈൽഡൊന്നുമല്ല, ഞാൻ നേരത്തെ നിങ്ങളത് പറഞ്ഞില്ലേ, എനിക്ക് 8 വയസ്സുണ്ട്. ഓഫ് കോഴ്സ് ഹൗ സ്റ്റുപ്പിഡ് ഓഫ് മീ, 8 years ഓഫ് മൈ. അപ്പോൾ പറയുകയാണ്, തീർച്ചയായും നിനക്ക് 8 വയസ്സുണ്ട്, ഞാൻ വളരെ ഒരു സ്റ്റുപ്പിഡാണ്. The bus stopped, some new passengers got on, and the conductor got busy for a time, afraid of losing her seat. Wali finally sat down. അപ്പോൾ എന്താണ് ബസ് നിർത്തി, പുതിയ പാസഞ്ചേഴ്സ് കയറി. അപ്പോൾ കണ്ടക്ടർ പുതിയ പാസഞ്ചേഴ്സ് കയറുമ്പോൾ കുറച്ച് നേരം ബിസിയായി. അപ്പോൾ വള്ളി അവിടെ സീറ്റിലിരിക്കുകയാണ്, കാരണം ഇനി സീറ്റ് അങ്ങനെ പോയാലോ എന്ന് പേടിച്ച് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. An elderly woman came and sat beside her. Are you all alone, dear? She asked Wali as the bus started again. അപ്പോൾ ഒരു പ്രായമായ ഒരു സ്ത്രീ വന്ന് വല്ലിയുടെ അടുത്തിരുന്നിട്ട് ചോദിക്കുകയാണ്, നീ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ചോദിക്കുന്നത്. Wali found the woman absolutely repulsive. Such big holes she had in her earlobes, and such ugly earrings in them, and she could smell the betel nut the woman was chewing and see the betel juice that was threatening to spill over her lips at any moment. അപ്പോൾ ഇത് കേട്ടപ്പോൾ വള്ളി ഭയങ്കര റിപ്പൾസീവായി, ഭയങ്കര എന്താണ് പെട്ടെന്ന് തന്നെ ഭയങ്കര ഒരു ഡിസ്ലൈക്കൊക്കെ ഉള്ള രീതിയിലൊക്കെ ആയി വള്ളി മാറി. അപ്പോൾ അവരുടെ വലിയ ഒരു ഇയറിങ്സും അതുപോലെ തന്നെ ബെറ്റൽ നട്ട്സ്, അതായത് നമ്മൾ മുറുക്കാനൊക്കെ ചവച്ചുകൊണ്ട് ഇരിക്കുന്ന അതൊക്കെ കണ്ടപ്പോൾ വള്ളി ഭയങ്കര റിപ്പൾസീവായി. ഹൂ കുഡ് ബി സോഷ്യബിൾ വിത്ത് സച്ച് എ പേഴ്സൺ? യെസ്, ഐ എം ട്രാവലിംഗ് അലോൺ, ഷീ ആൻസർഡ് കേർഡ്ലി, ആൻഡ് ഐ ഹാവ് ഗോട്ട് എ ടിക്കറ്റ് ടു. അപ്പോൾ എന്താണ് വലിയ ആലോചിക്കുകയാണ്, എങ്ങനെ ഇങ്ങനെ ഒരാളുടെ അടുത്ത് ആൾക്കാർക്ക് സോഷ്യബിളായിട്ട് ഇടപെടാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കയ്യിൽ ഒരു ടിക്കറ്റ് ഉണ്ടെന്നൊക്കെ ഭയങ്കര ഡിസ്പ്രഷറോടുകൂടി ഭയങ്കര കട്ടയിലായിട്ട് പറയുകയാണ്. യെസ്, ഷീ ഈസ് ഓൺ ഹർ വേ ടു ടൗൺ ആൻഡ് സെറ്റ് ദ കണ്ടക്ടർ വിത്ത് എ 30 പൈസ ടിക്കറ്റ്. അപ്പോൾ കണ്ടക്ടർ പറയുകയാണ്, നമ്മൾ ടൗണിലേക്കാണ്, 30 പൈസ ടിക്കറ്റും കൊണ്ട് ടൗണിലേക്കാണ് പോകുന്നത്. Why don't you mind your own business, said Wali. But she laughed all the same. All the conductor laughed too. അപ്പോൾ വലിയ ചിരിച്ചുകൊണ്ട് പറയാണ്, എന്താണ് നിങ്ങളുടെ കാര്യം മാത്രം നോക്കാത്തത്, ബാക്കിയുള്ളവരുടെ കാര്യത്തിലെല്ലാം ഇടപെടുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും ചിരിക്കുകയാണ്. But the old woman went on with her driver. Is it proper for such a young person to travel alone? Do you know exactly where you are going to in town? What's the street? What's the house number? അപ്പോൾ ആ ഓൾഡ് വുമൺ പക്ഷേ അവരുടെ ആ കാര്യത്തിൽ നിന്നും വിട്ടുമാറാൻ തയ്യാറായില്ല. എന്നിട്ട് അവർ വീണ്ടും ചോദിക്കുകയാണ്, ഇത് ശരിയാണോ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്? നീ എന്തിനാണ് ടൗണിലേക്ക് പോകുന്നത്? നിൻ്റെ സ്ട്രീറ്റ് എവിടെയാണ്? നിൻ്റെ ഹൗസ് നമ്പർ എത്രയാണെന്നൊക്കെ ചോദിക്കുകയാണ്. യു നീഡൻറ്റ് ബോദർ അബൌട്ട് മീ, ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്, വലി സെഡ്, ടേണിങ് ഹെർ ഫേസ് ടുവേർഡ്സ് ദ വിൻഡോ ആൻഡ് സ്റ്റെയറിങ് ഔട്ട്. അപ്പോൾ വലിയ പറയുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് ബോദർ ചെയ്യണ്ട, എനിക്ക് എൻ്റെ കാര്യം നോക്കാനറിയാം എന്താണ് എന്ന് പറഞ്ഞിട്ട് വാഹനത്തിൽ നിന്നും തല പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ തല തിരിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. Her first journey, what careful, painstaking, elaborate plans she had to make for it. She had thriftily saved whatever stray coins came her way, resisting every temptation to buy peppermints, toys, balloons, and the like. And finally, she had saved a total of 60 paise. How difficult it had been, particularly that day, all the village fair, but she had resolutely stiffed a strong desire to ride the merry-go-round, even though she had the money. അപ്പോൾ എന്താണ് ഇത് അവളുടെ ഫസ്റ്റ് ജേണി ആയിരുന്നു. ഒരുപാട് പെയിൻ അനുഭവിച്ചാണ് അവൾ ഇങ്ങനെ 60 പൈസ കൂട്ടിച്ചേർത്തത്. അതായത് എവിടെ നിന്നൊക്കെ കിട്ടുന്ന പൈസ കൂട്ടിച്ചേർത്ത് ഒരുപാട് കാലം ശ്രമിച്ചിട്ടാണ് 60 പൈസ ആക്കിയെടുത്തത്. അപ്പോൾ എന്താണ് ഒരുപാട് ടെംപ്റ്റേഷൻസ്, അതായത് കോയിൻസ് മേടിക്കാനും മുട്ടായി മേടിക്കാനും ഉള്ള ഒരുപാട് ടെംപ്റ്റേഷൻസ് അവോയ്ഡ് ചെയ്തും വില്ലേജ് ഫെയറിൻ്റെ സമയത്ത് ഈ റൈഡിലൊക്കെ കയറുന്നതൊക്കെ അവോയ്ഡ് ചെയ്തുമൊക്കെയാണ് അതിൽ ഈ പൈസ ഇത്രയും സേവ് ചെയ്ത് എടുത്തത്. After she had enough money saved, her next problem was how to slip out of the bus without her mother's knowledge. But she managed this without too much difficulty. Every day after lunch, her mother would nap from about 1 to 4 or so.
Vali always used these hours for her excursions, and she stood looking for the from the doorway of her house, or sometimes even ventured out into the village. Today, these same hours would be used for her first excursion outside the village. അപ്പോൾ എന്താണ്, പക്ഷേ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ വല്ലിയുടെ മദർ കാണാതെ ഈ ബസ്സിൽ കയറി എങ്ങനെ യാത്ര ചെയ്ത് തിരിച്ചു വരാമെന്നുള്ളതായിരുന്നു. അപ്പോൾ വല്ലി ഇത് മാനേജ് ചെയ്തു. കാരണം വല്ലിയുടെ മദർ 1 മണി വരെ 4 മണി വരെ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അപ്പം ഈ സമയത്താണ് വലിയ സാധാരണ എക്സ്കർഷൻസ് ഒക്കെ പോകുന്നത്, വില്ലേജിലോട്ടൊക്കെ പോകുന്നതും ഒക്കെ ഈ സമയത്താണ്. പക്ഷേ ഇന്ന് ഈ സമയത്ത് എന്ത് ചെയ്തു, വലിയ ഔട്ട്സൈഡ് ദ ടൗൺ, അതായത് ബസ്സിൽ കയറി ടൗണിൻ്റെ പുറത്ത്, വില്ലേജിൻ്റെ പുറത്ത് പോകാൻ തീരുമാനിച്ചു. The bus rolled on, and now cutting across a bare landscape, now rushing through a tiny hamlet or past an odd wayside shop. Sometimes the bus seemed on the point of gobbling up another vehicle that was coming towards them, or pedestrian crossing the road. But lo, somehow it passed on smoothly, leaving all obstacles safely behind. Trees came running towards them, but then stopped as the bus reached them, and simply stood there helplessly for a moment by the side of the road before rushing away in the other direction. അതായത് ബസ് വളരെ പാടുപെട്ടാണ് യാത്ര ചെയ്തിരുന്നത്. എന്താണ്, പുറത്തൊക്കെ പല തടസ്സങ്ങളും എന്നൊക്കെ വന്നെങ്കിലും വളരെ ശ്രദ്ധിച്ച് അതൊക്കെ തരണം ചെയ്ത് വെയിറ്റ് ചെയ്തുമൊക്കെ പോവുകയാണ്. Suddenly Valli clapped her hands with glee. A young cow, tail high in the air, was running very fast, right in the middle of the road, right in the front of the bus. The bus slowed to a crawl, and the driver sounded his horn loudly again and again. But the more he honked, the more frightened the animal became, and the faster it galloped, always right in front of the bus. അതായത് സഡൻലി പെട്ടെന്ന് വലിയ എന്താണ്, കൈയൊക്കെ കൊട്ടി നോക്കിയാണ് ഒരു യങ് കൗ ആ ബസ്സിൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ കൂടെ റോഡിൻ്റെ മിഡിലൂടെ ഓടുകയാണ്. അപ്പോൾ ബസ് പതുക്കെ സ്ലോ ചെയ്തു. എന്നിട്ട് ഡ്രൈവർ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോൺ അടിക്കുന്നതിനനുസരിച്ച് ഇത് പെട്ടെന്ന് കൂടുതൽ ഫ്രൈറ്റൻഡായി കൂടുതൽ വേഗത്തിൽ ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. Somehow this was very funny to Valli. She laughed and laughed until there were tears in her eyes. "Hey lady, haven't you laughed enough?" called the conductor. "Better save some for tomorrow." അപ്പോൾ വല്ലി അവസാനം ഇത് കണ്ട് ചിരിച്ച് കണ്ണീര് വരുന്നവരെ ചിരിച്ചു. അപ്പോൾ കണ്ടക്ടർ ചോദിക്കുകയാണ്, ഹേ ലേഡി, നിനക്ക് ചിരിച്ച് മതിയായില്ലേ? നാളത്തേക്കും കൂടെ കുറച്ച് സേവ് ചെയ്ത് വെച്ചേക്കും, ചിരി നാളത്തേക്കും കൂടെ സേവ് ചെയ്ത് വെച്ചേക്കും. At last the cow moved off the road, and soon the bus came to a railroad crossing. A speck of a train could be seen in the distance, growing bigger and bigger as it drew near. Then it rushed past the crossing gate with a tremendous roar and rattle, shaking the bus. Then the bus went on and passed the train station. From there it traversed a busy, well laid out shopping street, and turning entered a wider thoroughfare. Such big, bright looking shops. What a glittering displays of clothes and other merchandise. Such big crowds. അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൗവൊക്കെ മാറി, സ്ട്രീറ്റിൽ ആ റോഡിൽ നിന്നൊക്കെ മാറി അവസാനം ഒരു റെയിൽ റോഡ് ക്രോസിങ് വന്നു. ആ റെയിൽ റോഡ് ക്രോസിങ്ങിന് ആദ്യം ഒരു ട്രെയിൻ ഇങ്ങനെ പോയി. അതിനുശേഷം ഈ ബസ് ക്രോസ് ചെയ്തു. എന്നിട്ട് ആ ബിസി സ്ട്രീറ്റ്സിലേക്ക് കിടക്കുകയാണ്, ടൗണിലേക്ക് കിടക്കുകയാണ്. വലിയ നോക്കിയാൽ വലിയ എന്താണ് ബിഗ് ഷോപ്സൊക്കെ കണ്ടു. അവിടെ ഒരുപാട് ക്ലോത്ത്സും അതുപോലെ തന്നെ മെർച്ചഡൈസ് ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കൂട്ടം വലിയ അവിടെ കണ്ടു. Struck dumb with wonder, Valli gaped at everything. Then the bus stopped and everyone got off except Valli. "Hey lady," said the conductor, "aren't you ready to get off? This is as far as your 30 paise takes off." അപ്പോൾ എന്താണ്, വല്ലി അവസാനം ഭയങ്കര വണ്ടടിച്ച് ആ കാര്യങ്ങളൊക്കെ നോക്കിയാണ്. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി, വല്ലി ഒഴിച്ച് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കണ്ടക്ടർ ഒന്ന് ചോദിക്കുകയാണ്, ഹേ ലേഡി, നിനക്കിറങ്ങാൻ സമയമായില്ലേ? നിൻ്റെ 30 പൈസക്കുള്ള യാത്ര ഇതുവരെ ഉള്ളൂ. "No," Valli said, "I'm going back on this same bus." She took another 30 paise from her pocket and handed the coin to the conductor. "Why, is something the matter?" അപ്പോൾ വല്ലി പറഞ്ഞു, ഇല്ല, ഞാൻ ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് 30 പൈസ തന്നെ തിരിച്ച് എടുത്ത കണ്ടക്ടർ കൊടുത്തു. അപ്പോൾ കണ്ടക്ടർ ആ കൺഫ്യൂസ്ഡ് ആയി. എന്നിട്ട് ചോദിക്കണം, എന്താ കാര്യം? "No, nothing the matter. I just felt like having a bus ride, that's all."
ഒരു കാര്യമില്ല, ചുമ്മാ വന്നതാണ്, ഒരു ബസ്സിയറായിട്ട് അത് എൻജോയ് ചെയ്യാൻ വന്നതാണ്. ഡോണ്ട് യു വാണ്ട് ടു ഹാവ് എ ലുക്ക് അറ്റ് ദ സൈറ്റ്സ് നൗ ദാറ്റ് യു ആർ ഹിയർ? എന്താ നിനക്ക് ഇവിടെ ചുറ്റുവട്ടമൊന്നും കാണണ്ടേ? ഓൾ ബൈ മൈസെൽഫ്? ഓ ഐ ഹാഡ് ബി മച്ച് ടു അഫ്രൈഡ്. ഞാൻ ഒറ്റയ്ക്കോ? എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഗ്രേറ്റ്ലി അമ്യൂസ്ഡ് ബൈ ദ ഗേൾസ് വേ ഓഫ് സ്പീക്കിംഗ്, ദ കണ്ടക്ടർ സെഡ്. ബട്ട് യു വെയറൻറ്റ് അഫ്രൈഡ് ടു കം ഇൻ ദ ബസ്? പക്ഷേ നീ ബസ്സിൽ ഒറ്റയ്ക്ക് വരാൻ അഫ്രൈഡ് പേടിയൊന്നും ഇല്ലായിരുന്നല്ലോ. നത്തിങ് ടു ബി അഫ്രൈഡ് ഓഫ് എബൌട്ട് ദാറ്റ്, ഷീ ആൻസർ. പക്ഷേ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വെൽ ദെൻ വൈ നോട്ട് ഗോ ടു ദ സ്റ്റാൾ ഓവർ ദെയർ ആൻഡ് ഹാവ് സംതിങ് ടു ഡ്രിങ്ക്? നത്തിങ് ടു ബി അഫ്രൈഡ് ഓഫ് എബൌട്ട് ദാറ്റ് ഏത്? അപ്പോൾ എന്താ നിനക്ക് ആ കടയിൽ പോയി എന്തെങ്കിലും മേടിച്ച് കുടിച്ചുകൂടെ? അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓ നോ, ഐ കുഡിൻ ഡു ദാറ്റ്. പറ്റില്ല, അതെനിക്ക് പറ്റില്ല. വെൽ ദെൻ ലെറ്റ് മീ ബ്രിങ് യു എ കോൾ ഡ്രിങ്ക്. എങ്കിൽ ഞാൻ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വരാം. നോ, ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി, ജസ്റ്റ് ഗീവ് മീ എ ടിക്കറ്റ്, ദാറ്റ്സ് ഓൾ. പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയൊന്നുമില്ല, എനിക്കുള്ള ടിക്കറ്റ് തരും, അത്രയേ ഉള്ളൂ. ഇറ്റ് വിൽ ബി മൈ ട്രീറ്റ് ആൻഡ് നോ കോസ്റ്റ് യു എനിത്തിങ്. പേടിക്കണ്ട, അതെൻ്റെ ട്രീറ്റ് ആയിരിക്കും, പക്ഷേ അതിന് പ്രത്യേക ചാർജൊന്നും ഇല്ല. നോ നോ, ഷീ സെഡ് ഫേംലി, പ്ലീസ് നോ. വേണ്ട 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 എന്നൊക്കെ വലിയ പറയുകയാണ്. ദ കണ്ടക്ടർ ഷ്രഗ് ആൻഡ് ദേ വെയിറ്റഡ് അണ്ടിൽ ഇറ്റ് വാസ് ടൈം ഫോർ ദ ബസ് ടു ബിഗിൻ ദ റിട്ടേൺ ജേർണി. അഗെയിൻ ദർ വെർ മെനി പാസഞ്ചേഴ്സ്. അപ്പോൾ കണ്ടക്ടർ അവസാനം റിട്ടേൺ ജേർണിക്ക് വരെ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോഴും തിരിച്ചുള്ള യാത്രയിലും അത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. വോണ്ട് യുവർ മദർ ബി ലുക്കിംഗ് ഫോർ യു? ദ കണ്ടക്ടർ ആസ് വെൻ ഹി ഗേവ് ദ ഗേൾ ഹെർ ടിക്കറ്റ്. അപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തപ്പോൾ ആ ഗേളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ അമ്മ നിന്നെ അന്വേഷിക്കില്ലേ? നോ വൺ വിൽ ബി ലുക്കിംഗ് ഫോർ മീ. ഇല്ല, എല്ലാവരും എന്നെക്കുറിച്ച് ശ്രദ്ധിക്കില്ല. ദ ബസ് സ്റ്റാർട്ടഡ് ആൻഡ് അഗെയിൻ there were the same wonderful sights. Wally was on board in the slightest and greeted everything with the same excitement she had felt the first time, but suddenly she saw a young cow lying dead by the roadside, just where it had been struck by some fast moving vehicle. അപ്പോൾ തിരിച്ചും വലിയ ആ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുകയാണ്. പെട്ടെന്ന് വലിയ യങ് കൗ താഴെ റോഡ് സൈഡ് മരിച്ചു കിടക്കുന്നത് കണ്ടു. അത് ഏതോ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾ ഇടിച്ചതാണ്. ഈസ് ദാറ്റ് ദ സെയിം കൗ ദാറ്റ് റാൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ബസ് ഓൺ അവർ ട്രിപ്പ് ടു ടൗൺ? അപ്പോൾ വലിയ ചോദിക്കുക, ഷീ ആസ് ദ കണ്ടക്ടർ. അപ്പോൾ വലിയ ചോദിക്കുകയാണ്, ഈ കൗവിൽ നമ്മൾ നേരത്തെ ആ യാത്രയ്ക്ക് പോയപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ട് കൂടെ ഓടിയത്? ദ കണ്ടക്ടർ നോഡഡ് ആൻഡ് ഷി വാസ് ഓവർകം വിത്ത് സാഡ്നെസ്. വാട്ട് ഹാഡ് ബീൻ a lovable, beautiful creature just a little while ago, and now suddenly lost its charm and its life, and looked so horrible, so frightening as it lay there, legs spread a fixed stare in its lifeless eyes, blood all over. അപ്പോൾ കണ്ടക്ടർ അത് തന്നെയെന്ന് പറയുകയാണ്. അപ്പോൾ വലിയ ഭയങ്കര സാഡൻ്റായിട്ട് പറയുകയാണ്, എന്ത് ലവബിൾ ബ്യൂട്ടിഫുൾ ക്രീച്ചറായിരുന്നു തൊട്ട് മുമ്പ് വരെ. ഇപ്പോൾ അതിൻ്റെ ചാമെല്ലാം നഷ്ടപ്പെട്ട്, അതിൻ്റെ ലൈഫെല്ലാം നഷ്ടപ്പെട്ട് ഹൊറിബിളായിട്ട് അവിടെ കിടക്കുകയാണ്. അതിൻ്റെ കാലുകളൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ആ കണ്ണിൽ നിന്നൊക്കെ ഒരു ലൈഫ്ലെസ് ഐസിൽ നിന്നും ഒരു സ്റ്റെയറൊക്കെ ഉണ്ട്. അതിൻ്റെ ചുറ്റും ബ്ലഡൊക്കെ കിടക്കുകയാണെന്ന് വലിയ പറയുകയാണ്. ദ ബസ് മൂവ്ഡ് ഓൺ. ദ മെമ്മറി ഓഫ് ദ ഡെഡ് കൗ ഹോണ്ടഡ് ഹെർ, ഡാമ്പനിങ് ഹെർ എൻതൂസിയാസം. ഷീ നോ ലോങ്ങർ വാണ്ടഡ് ടു ലുക്ക് ഔട്ട് ദ വിൻഡോ. അപ്പോൾ ബസ് വീണ്ടും മൂവ് ചെയ്തു. ആ ഡെഡ് കൗവിൻ്റെ ആ മെമ്മറി അവിടെ ഒരുപാട് ഹോണ്ട് ചെയ്തു, ഒരുപാട് വിഷമിപ്പിച്ചു. ഇപ്പോൾ അവൾ ആ ബസ്സിൻ്റെ വിൻഡോ കൂടെ ഒന്നും നോക്കുന്നില്ല. ഷീ സാറ്റ് ദസ് glued to her seat until the bus reached her village at 3:40. She stood up and stretched herself, and then she turned to the conductor and said, well sir, I hope to see you again. അപ്പോൾ എന്താണ്, ആ സീറ്റിൽ വലിയ അവിടെ നിന്ന് എണീച്ചതൊന്നുമില്ല. വില്ലേജിൽ ഏകദേശം 3:40 കൂടി എത്തി. എന്നിട്ട് അവിടെ നിന്ന് എണീച്ചു. എന്നിട്ട് കണ്ടക്ടർ അടുത്ത് പറയുകയാണ്, വെൽ സർ, ഐ ഹോപ്പ് ടു സീ യു അഗൈൻ. നിങ്ങളെ വീണ്ടും കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ മാഡം, ഹി ആൻസർഡ് ഹർ സ്മൈലിംഗ്. Whatever you feel like a bus ride, come and join us. Whenever you feel like a bus ride, come and join us. And don't forget to bring your fare. അപ്പോൾ ഓക്കെ മാഡം എന്ന് പറഞ്ഞ് അയാൾ തിരിച്ച് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, നിനക്ക് എപ്പോഴെങ്കിലും ബസ് റൈഡ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളോട് കൂടെ വന്നാൽ മതി. പിന്നെ ബസ് ചാർജ് കൊണ്ടുവരാൻ മറക്കരുത്. ഷീ ലാഫ്ഡ് ആൻഡ് ജംപ് ഡൗൺ ഫ്രം ദ ബസ്. ദെൻ അവേ ഷീ വെൻ റണ്ണിങ് സ്ട്രൈറ്റ് ഫോർ ഹോം. അപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് എണീച്ച് ഇറങ്ങിയിട്ട് കറക്റ്റ് വേഗം തന്നെ ആ വീട്ടിലേക്ക് പോവുകയാണ്. വെൻ ഷീ എൻറ്റർഡ് ഹെർ ഹൗസ്, ഷീ ഫൗണ്ട് ഹെർ മദർ awake and talking to one of Wally's aunts, the one from South Street. This aunt was a real chatterbox, never closing her mouth once she started talking. അപ്പോൾ വള്ളി വീട്ടിലെത്തിയപ്പോൾ എന്താണ്, അമ്മ എഴുന്നേറ്റിട്ടുണ്ട്. ഏതോ വല്ലിയുടെ ആൻറ്റിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സൗത്ത് സ്ട്രീറ്റിലുള്ള. അപ്പോൾ ഈ സൗത്ത് സ്ട്രീറ്റിലുള്ള ആൻറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ സംസാരിച്ചു തുടങ്ങിയാൽ നിർത്തത്തില്ല. ആൻഡ്
"Where have you been?" said her aunt when Vali came in. She spoke very casually, not expecting a reply. So Vali just smiled, and her mother and aunt went on with their conversation. അപ്പോൾ തിരിച്ച് കയറി വന്നപ്പോൾ വലിയുടെ അടുത്ത് ആൻറ്റി ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് കാഷ്വലായിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് റിപ്ലൈ എക്സ്പെക്ട് ചെയ്യുന്നില്ലെന്ന് വലിക്ക് മനസ്സിലായി. അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. വീണ്ടും വലിയുടെ അമ്മയും ആൻറ്റിയും കൂടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. "Yes, you are right," her mother said. "So many things in our midst and in the world outside. How can we possibly know about everything? And even when we do know about something, we often can't understand it completely. Can we?" "Oh yes," breathed Vali. "What?" asked her mother. "What's that you say?" "Oh," said Vali, "I was just agreeing with that you said about things happening without our knowledge." അപ്പോൾ വലിയുടെ അമ്മയും എൻ്റെ കൂടെ സംസാരിക്കുകയാണ്. നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ വല്ലി അത് എഗ്രി ചെയ്യുന്നുണ്ട്. നമുക്ക് പുറത്ത് നടക്കുന്നതിനെ പറ്റി അധികം നോളജ് ഇല്ലെന്ന് വല്ലി എഗ്രി ചെയ്യുന്നുണ്ട്. "Just a chit of a girl she is," said her aunt. "And yet look how she pokes her nose into our conversation, just as though she were a grown lady." എന്ത് കൊച്ചു കുട്ടിയാണ്. പക്ഷേ നോക്കൂ, അവൾ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിലേക്ക് വന്നത് ഒരു മുതിർന്ന ലേഡിയെ കണക്കാണ് അവൾ വന്നത്. Vali smiled at herself. She didn't want them to understand her smile, but then there wasn't much chance of that, was there? അപ്പോൾ വല്ലി ചിരിച്ചു. ചിരിയുടെ കാരണമൊന്നും ആർക്കും മനസ്സിലായില്ല. പക്ഷേ വല്ലിക്ക് അതിനെപ്പറ്റി അറിയാമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. താങ്ക് യു.